ഹായ്, വെൽക്കം ടു സ്റ്റൈലിങ്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ വൈത്തിരിയിലുള്ള നല്ല പ്രൈവസിയുള്ള ഒരു 2 ബെഡ്റൂം വില്ലയാണ്. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും സുഗമമായിട്ട് പ്രോപ്പർട്ടിയിലെത്തും. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പുഴയുണ്ട്. അതിൻ്റെ തീരത്തുള്ള ഈ കാപ്പിത്തോട്ടത്തിലെ ഒരു ഹിഡൻ സ്പോട്ട് പോലത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. ഭയങ്കര സൈലൻസ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ചെല്ലാം. ഇതൊരു 2 ബെഡ്റൂം വില്ലയാണ്. കപ്പിൾസിനോ ചെറിയ ഗ്രൂപ്പുകൾക്കോ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു എ ഫ്രെയിം സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫേസ് ടു ഫേസായി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ 2 ബെഞ്ചും ഇട്ടിട്ടുണ്ട്. പുറത്തെ വ്യൂസൊക്കെ അങ്ങനെ കണ്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാക്ക് സൈഡിലെ കാഴ്ച ഇങ്ങനെയാണ്. ഇനി റൂമിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം. നേരെ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ ഒരു സോഫയുണ്ട്. ആക്ച്വലി അതൊരു സോഫ കം ബെഡാണ്. ഒരു ക്യാരം ബോർഡ് ഉണ്ട്, ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ബോക്സ് ഉണ്ട്, ഒരു TV ഉണ്ട്, ദെൻ ഫാനുണ്ട്. പിന്നെ കാണുന്നത് ടോയ്ലറ്റാണ്. അത്യാവശ്യം വലിയ നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, ബാത്ത് ടവല് ഇത്രയൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് വലിയ റൂമാണ്. ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. പിന്നെ 2 or 3 ഒക്കെ സിംഗിൾ ബെഡ് ഇടാൻ പറ്റിയ എക്സ്ട്രാ സ്പേസും ഉണ്ട് റൂമിൽ. 2 സൈഡിലും വലിയ വിൻഡോസ് ഉണ്ട്. അപ്പോൾ നല്ല വെന്റിലേഷനും നല്ല വ്യൂ പുറത്തേക്ക് കിട്ടുന്നുണ്ട് റൂമിൽ നിന്ന്. ബെഡിൻ്റെ ഒരു സൈഡിലായി പ്ലഗ് പോയിൻറ്റും ഒരു ബെഡ് സൈഡ് സ്മോൾ ടേബിളും ഉണ്ട്. ഇവിടുത്തെ റൂമുകളൊക്കെ നോൺ AC ആണ്. ഫാനുണ്ട് പകരം. പൊതുവെ അത്യാവശ്യം തണുപ്പാണ് ഇവിടെ എല്ലായ്പ്പോഴും. പിന്നെ റൂമിലൊരു ഷെൽഫും ലഗേജ് വെക്കാനുള്ള സ്പേസുമാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് 2 റൂംസ് വരുന്നത്. അപ്പുറത്തെ റൂംസും സെയിം ആണ്, പക്ഷേ അവിടെ TV ഇല്ല. ഇവിടെ ഒരു ബാർബിക്യൂ പോയിന്റ് ഉണ്ട്. നേരെ നീങ്ങി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കിച്ചണും ഒരു ഡൈനിങ് സ്പേസുമാണ് ഇട്ടിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ എണ്ണത്തിന് സഫീഷ്യൻ്റായ അത്യാവശ്യം എക്യുപ്ഡായ കിച്ചണാണ്. ഇത് പ്രത്യേകം ചാർജബിൾ ഒന്നുമല്ല, പക്ഷേ കിച്ചൺ ഉപയോഗിക്കുന്നവർ അതുപോലെ വൃത്തിയാക്കി വെക്കണം. അതാണ് കണ്ടീഷൻ. സാധാരണ ഇവിടുത്തെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. 2 മെയിൻ കോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ഇനി ഡിന്നർ ആവശ്യമുള്ള ആളുകൾക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഡെലിവറി ചെയ്ത് എത്തിക്കാവുന്നതാണ്. ഇവിടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഒരു മെറ്റൽ സിങ് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കൂടുതൽ പ്ലേ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. ഇനി ഈ പ്രോപ്പർട്ടിയുടെ മോസ്റ്റ് ഹൈലൈറ്റിംഗ് ഫീച്ചർ കാണാം. ഇതിൻ്റെ അടുത്തുള്ള ആ ഒരു പുഴയും അതിലേക്കുള്ള വഴിയും അവിടുത്തെ ആംബിയൻസും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ഇവിടെ വഴിയിലൊരു ഹാമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വഴിയിലുടനീളം മുളയുടെ ഒരു ഐറ്റമായ ഈറ്റയാണ്. ശരിക്കും ഒരു മതിൽ പോലെ ഈ ബൗണ്ടറിയിലുടനീളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പും തണലും ഒരു ഇരുട്ടുള്ള ഫീലാണ്. ഇവിടെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കയറുണ്ട്. അത് പിടിച്ച് അപ്പുറത്ത് ആ പാറയുടെ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അവിടെ കുറച്ച് ആഴമുണ്ട്. അവിടെ വേണമെങ്കിൽ പോയി കുളിക്കാം. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. നമുക്ക് മറ്റു പ്രോപ്പർട്ടിയിലൊന്നും
കിട്ടാത്തൊരു ഫീലാണ് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ളത്. കൂടുതൽ ആക്ടിവിറ്റീസുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പ്രോപ്പർട്ടിയിലെങ്കിലും ഈ ഒരു വ്യൂവും ഇവിടുത്തെ നാച്ചറും ഒക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് സമയം പോവാൻ ഇത് തന്നെ അധികമാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പാത്ത് വേ കൂടെ ഉണ്ട് ആ പുഴയിലേക്ക്. നേരെ പുഴയിലിറങ്ങി അപ്പുറത്ത് നേരത്തെ കണ്ട ആ പാറയുടെ അപ്പുറം സൈഡിൽ ഒരു ചെറിയ ടീ പ്ലാന്റേഷനാണ്. ഇത്രയൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.